ഹലോ വെൽക്കം ബാക്ക് ടു സൂര്യാസ് ട്രാവൽ ആൻഡ് കുക്കിംഗ് വേൾഡ്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കസ്റ്റാർഡ് പൗഡർ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. അതിനാവശ്യമായ സാധനങ്ങൾ: 1/4 കപ്പ് കോൺഫ്ലോർ, 1/2 കപ്പ് ഷുഗർ, 1/4 കപ്പ് പാൽപ്പൊടി, 1 പിഞ്ച് ഉപ്പ് ആൻഡ് വാനില എസൻസ്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ആഡ് ചെയ്യാം, യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ ഫുഡ് കളർ എടുക്കുന്നില്ല. നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് കസ്റ്റാർഡ് പൗഡർ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പം നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ജാറ് വളരെ ക്ലീൻ ആൻഡ് ഡ്രൈ ആയിരിക്കണം. അതിനകത്തേക്ക് നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം, കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം, മിൽക്ക് പൗഡർ, ഇതിനകത്തേക്ക് 1 പിഞ്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നല്ല ഫൈൻ പൗഡർ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനകത്ത് കെമിക്കൽസൊക്കെ ആഡ് ചെയ്തായിരിക്കും വരുന്നത്. ഇപ്പോൾ നമുക്ക് കസ്റ്റാർഡ് പൗഡർ വെച്ച് പുഡിങ്ങോ അല്ലെങ്കിൽ ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ഇതൊരു ടിന്നിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് 3-4 മാസത്തോളം കേടുവരാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ സാധിക്കും.